സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയായ ഒരു ലസ്സിയാണ്. ഇതൊരു സിമ്പിൾ ലസ്സിയാണ്. ഈ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി കാര്യമായി ആരും വിലക്കെടുക്കാറില്ല. ഇന്ന് ഈ പേർ ഫ്രൂട്ട് എടുത്താണ് ലസ്സി ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതിനെ സബർജൻ പഴം എന്നും സബർ ജെല്ലി എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇത് കുട്ടികൾ എന്തായാലും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടല്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. തടി കുറയ്ക്കണം എന്നുള്ളവർക്കും ഈ ഫ്രൂട്ട് നന്നായി കഴിക്കാം. ഇത് നമ്മുടെ എനർജി ലെവൽ വരെ കൂട്ടുന്നുണ്ട്. തിന്നാൻ അത്ര സ്വാദില്ലെങ്കിലും മോശമില്ല. ജ്യൂസ് അടിച്ച് അങ്ങനെ ആരും കഴിക്കാറുണ്ടാവില്ല. ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞാൽ ഇത് എല്ലാവരും നന്നായി കഴിക്കും. ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു കളയാം.
കുരു കളഞ്ഞ ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കാം. എന്നാലാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ എളുപ്പമാവുക. ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത് കൂടി വേണം. ഇഞ്ചി കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നത് കൊണ്ട് നല്ല സ്വാദാണ്. ഇഞ്ചി ഇട്ട ശേഷം കുറച്ച് പുതിന കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. അത് മധുരത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഐസ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഹെൽത്തിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ചൂടുകാലത്താണ് കഴിക്കുന്നതെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇങ്ങനെ നല്ലതുപോലെ അടിച്ച ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എത്രമാത്രം അയഞ്ഞ രീതിയിലാണ് ജ്യൂസ് ഇഷ്ടമെങ്കിൽ ആ രീതിക്കനുസരിച്ച് തൈര് ഒഴിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.